തിരുവമ്പാടി ലീഗിനുള്ളിലെ വിവാദം വീണ്ടും പുകയുന്നു. സംസ്ഥാന സെക്രട്ടറിക്കെതിരെ ഔദ്യോഗിക പക്ഷം രംഗത്ത്. വിമതരുടെ ആരോപണങ്ങൾക്ക് CP ചെറിയ മുഹമ്മദ് മറുപടി പറയണമെന്ന് പഞ്ചായത്ത് ജനറൽ സെക്രട്ടറി ഷൗക്കത്ത് അലി കൊല്ലളത്ത് പറഞ്ഞു. മുസ്ലിം ലീഗ് നേതൃത്വത്തെ വെല്ലുവിളിച്ച് KMCC കുടുംബസംഘം നടത്തിയതുൾപ്പെടെ തിരുവമ്പാടി മുസ്ലിം ലീഗിൽ നിലനിൽക്കുന്ന വിഭാഗീയത കൂടുതൽ രൂക്ഷമാവുകയാണ്. കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം നേതൃത്വത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി വിമതപക്ഷം രംഗത്തെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് മറുപടിയുമായി പഞ്ചായത്ത് ലീഗ് ഭാരവാഹികൾ രംഗത്തെത്തിയത്. സംസ്ഥാന സെക്രട്ടറിയും കഴിഞ്ഞ തവണ UDF സ്ഥാനാർത്ഥിയുമായ CP ചെറിയ മുഹമ്മദിനെ പരാജയപ്പെടുത്തിയത് നിലവിലെ മണ്ഡലം പ്രസിഡന്റ് CK കാസിമും സെക്രട്ടറി PG മുഹമ്മദും എന്നാണ് പ്രധാന ആരോപണം. എന്നാൽ പരാജയം പഠിക്കാനായി സംസ്ഥാന കമ്മിറ്റി നിയോഗിച്ച അന്വേഷണ കമ്മീഷനായ അഡ്വക്കേറ്റ് N ഷംസുദ്ദീൻ, PM സാദിഖ് അലി എന്നിവർ പോലും ഇത് കണ്ടെത്തിയിരുന്നില്ല. ഇതെന്തുകൊണ്ടെന്നും സംസ്ഥാന സെക്രട്ടറി CP ചെറിയ മുഹമ്മദ് മറുപടി പറയണമെന്നും തിരുവമ്പാടി പഞ്ചായത്ത് മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ഷൗക്കത്ത് കൊല്ലളത്ത് പറഞ്ഞു. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ CP ചെറിയ മുഹമ്മദ് തോൽക്കാൻ കാരണം CK കാസിമിന്റെ ഇടപെടലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. തീർച്ചയായിട്ടും അതിനു വേണ്ടി സംസ്ഥാന കമ്മിറ്റി കമ്മീഷനെ വെക്കുകയും കൃത്യമായ അന്വേഷണം നടത്തുകയും ചെയ്ത അടിസ്ഥാനത്തിൽ അതിന് യാതൊരു കഴമ്പുമില്ല എന്നുള്ളത് ബോധ്യപ്പെട്ടതുമാണ്. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് ഈ ആരോപണം ഈ സമയത്ത് ഉന്നയിക്കുന്നത് എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് വലിയ സംശയങ്ങൾ ഉളവാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സെക്രട്ടറിയായ CP ചെറിയ മുഹമ്മദ് ഇതിന് കൃത്യമായി മറുപടി പറയണം എന്നാണ് തിരുവമ്പാടി മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റിക്ക് സൂചിപ്പിക്കാനുള്ളത്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രിയങ്ക ഗാന്ധി മത്സര രംഗത്തുണ്ടായിട്ടും തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് നിന്ന് വിട്ടുനിന്നവരാണ് ഇപ്പോൾ ആരോപണവുമായി രംഗത്ത് വന്നിരിക്കുന്നത് എന്നും പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയവരുടെ രാജ്യപ്രഖ്യാപനം അപഹാസ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ധാർമ്മികതയുണ്ടെങ്കിൽ ലീഗ് ചിഹ്നത്തിൽ ജയിച്ച KA അബ്ദുൾ റഹ്മാൻ തിരുവമ്പാടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കണമെന്നും ഷൗക്കത്ത് അലി ആവശ്യപ്പെട്ടു. കൈരളി ന്യൂസ്, കോഴിക്കോട്.